ഈശോയെ, എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ഒരു പുതു ചൈതന്യം, പുത്തൻ അഭിഷേകം ഈ ആരാധനയിലൂടെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷ്യമായി ലോകം മുഴുവൻ പ്രശോഭിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധങ്ങളായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരൊറ്റ ആരാധനയുടെ യോഗ്യതയാൽ ഇന്ന് കണ്ണുനീരോട് കൂടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് നൊമ്പരങ്ങൾ പേറി ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളുടെയും കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ, കൃപാസനത്തിൽ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലകളുടെ യോഗ്യതയാൽ, റാലിയുടെ യോഗ്യതയാൽ, ലോകം മുഴുവനും നടക്കുന്ന അഖണ്ഡ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനകളുടെ യോഗ്യതയാൽ, കൃപാസനത്തിൽ തന്നെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകളുടെ യോഗ്യതയാൽ പ്രത്യേകമായിട്ട് എല്ലാ മക്കളുടെയും വിഷയങ്ങളെ ഈ ആരാധനയിലൂടെ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. ഞാൻ അവരെ സന്തോഷിപ്പിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കും. അതെ, പരിശുദ്ധ അമ്മ ഈ ആരാധനയിൽ നമ്മളെ സന്ധിക്കാൻ ഒരുക്കമാണ്. ഒന്ന് മാത്രം, യോഹന്നാൻ 2:5 തിരുവചനമനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ, നമ്മുടെ ജീവിതമെന്ന് ക്രമപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം. പുറകെ കൃപയും നമ്മളെ തേടിയെത്തും. അനുഭവം നമ്മളെയും തേടിയെത്തും. സാക്ഷികളാക്കി ദൈവപിതാവ് നമ്മളെയും ഈ അൾത്താരയിൽ ഉയർത്തും. 2:30 മണി സമയത്തോടടുക്കുന്ന ഈ സമയം പ്രത്യേകമായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ മംഗളവാർത്ത സന്ദേശം സ്വീകരിച്ചപ്പോൾ എടുത്ത ഒരു ജീവിത നിലപാടുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത ദൈവമാതാവിൻ്റെ ഉദരത്തിലാണ് രക്ഷകൻ വന്ന് പിറക്കുന്നത്. നമ്മളും ഒരു മരിയൻ ഉടമ്പടി സമർപ്പണ ജീവിതത്തിലാണ്. പക്ഷേ പലതും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം അത് എന്താണോ അത് ഞാൻ വച്ചിരിക്കുന്ന ജീവിത വിഷയങ്ങളുടെ മേൽ, ഞാൻ വച്ചിരിക്കുന്ന ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ പ്രാർത്ഥിക്കാം. അതെ, വചനം വിശ്വസിച്ച പരിശുദ്ധ അമ്മയെ നോക്കി എലിസബത്ത് പറഞ്ഞു, കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, വചനം കേൾക്കുമ്പോൾ വലിയ ദൈവിക വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ സമയം തന്നെ ആമേൻ പറയുവാൻ ഈശോയെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു അഭിഷേകം ഈ ആരാധന മണിക്കൂറിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ.
ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആദ്യം തന്നെ അമ്മ മാതാവിനും പൊന്നീശോനും ഹൃദയം തൊട്ട് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 2024 ഒക്ടോബറിൽ ഇവിടെ ഉടമ്പടി എടുത്തതാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു അത്ഭുതമായ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഒരു ബ്യൂട്ടീഷ്യനാണ്. 14 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. പക്ഷേങ്കിൽ മേക്കപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ പോലും ആ ഒരു മേഖലയിൽ എനിക്ക് ഞാൻ വിചാരിച്ച അത്രയൊന്നും ആവാൻ പറ്റിയില്ല. ഈ 14 വർഷവും പാർലർ ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത്. 4 സ്റ്റാഫും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നാണ്. അങ്ങനെ നമ്മളെ നാട്ടിൽ തന്നെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തൊരു ബിൽഡിങ് കൊടുക്കുമ്പം വാങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് ആദ്യം വാങ്ങിയ ആൾ വാടകയൊന്നും കൊടുക്കാൻ കഴിയാണ്ട് ഒരു 10-15 ആളോളം പ്രവാസികൾ കൂടി ചേർന്ന് എടുത്തൊരു വലിയ ഹോട്ടലാണ്. അവർക്കത് റെൻറ്റ് കൊടുക്കാനാവാത്തതുകൊണ്ട് തിരിച്ചു കൊടുത്തതായിരുന്നു. അവർ നമ്മളോട് പറഞ്ഞു ഇത്ര ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിൽ ഇവിടെ വർക്കാവുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇനി ഇത് ആലോചിക്കണ്ട, നമുക്കിതാവില്ല, റെൻ്റെല്ലാം കൊടുക്കൽ വലിയ സീനല്ലേ പറഞ്ഞു. ഞാൻ പിന്നെയും എനിക്ക് അത് ആഗ്രഹം പോകുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നമുക്കത് തുടങ്ങാമെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ എന്താ വെച്ചാൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഈശോയോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ഹിന്ദുവാണ്. എന്നാലും ഈ 14 വർഷവും എൻ്റെ കൂടെ ക്രിസ്ത്യൻസും അതുപോലെ ഹിന്ദുസും മുസ്ലിംസും എല്ലാം സ്റ്റാഫുണ്ട്. ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ രാവിലെ വിളക്കും അതുപോലെ തിരിയും വെച്ച് പ്രാർത്ഥിക്കണേ പറയും. അപ്പോൾ ഇത് അവരോട് സംസാരിച്ച് രണ്ടാമതും നമ്മൾ പോയി സംസാരിച്ചപ്പോൾ പിന്നെ ആക്കുന്ന നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് വെക്കാം, എന്തേലും ബുദ്ധിമുട്ട് വന്നാൽ ആരോടും കൈ നീട്ടണ്ടല്ലോ. അങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് അങ്ങനെ 10 ലക്ഷത്തിന് ഞാനൊരു മേക്കപ്പ് സ്റ്റുഡിയോ എൻ്റെ പാർലറിന് അടുത്ത ബിൽഡിങ്ങാണ്. അത്ര വരെ ഞാൻ എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി തരുന്നതാണ്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. ഞാൻ സാധാരണ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഒരു മസാല ദോശ കഴിക്കാനില്ലാണ്ട് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. അത്രയും ഇന്ന് ഞാനിപ്പം എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നല്ല, ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ എനിക്കിപ്പോൾ വർക്കുണ്ട്. ഡേറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അത്ര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് സ്റ്റുഡിയോ 10 ലക്ഷത്തിന് നമ്മൾ എല്ലാം സെറ്റായി ഞാൻ പറഞ്ഞു ഉദ്ഘാടനമൊന്നും വേണ്ട, അത്ര ആർഭാടൊന്നും വേണ്ട. ഹസ്ബൻഡിൻ്റെ അമ്മേനെ കൊണ്ട് വിളക്ക് വെച്ചു, അത്രയേ ഉള്ളൂ. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ കാര്യം ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. 15,000 അതിന് വാടക പറയുന്നത്, പിന്നെ എല്ലാ ഇയറിനും കൂടും. ഞാൻ പിന്നെ വാടകയും പിന്നെ കറണ്ട് ബില്ലും എല്ലാം ഒരു നല്ല തുക വരും. പിന്നെ പാർലറിൽ വാടക വേറെയും. അപ്പം ഞാൻ ഈശോനോട് പറഞ്ഞു ഈശോയെ എനിക്ക് വാടക കൊടുക്കാൻ പറ്റണം. ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്തൊക്കെയോ തുടങ്ങി, ആൾ കുടിക്കോ വലിക്കോ ഒന്നും ചെയ്യൂല. പക്ഷേങ്കിൽ കുറേ ബിസിനസ് തുടങ്ങി ഡൗണായി നമ്മുടെ ലൈഫേ കൊളായെടുക്കുന്ന മെല്ലെ റെഡിയായി വരുവേന്ന്. അപ്പോൾ എന്നോട് തന്നെ കുറേ ആൾ ഇൻസൾട്ടാക്കി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് വെറുതെ എന്തിനാ പൈസ കളയുന്നത്. അപ്പോൾ ഇങ്ങനെ പാർലർ ഇട്ടപ്പോൾ ഞാൻ ഈശോനോട് ഒന്നേ പറഞ്ഞു വാടക കൊടുക്കാൻ കഴിയണേ, നാണക്കേടാവും ഇത് തിരിച്ച് കൊടുത്താലേന്ന്. പക്ഷേങ്കിൽ ഇവിടെ ഒരു അത്ഭുതം എന്താ നടന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ മാമൻ്റെ മോള് വിളിക്കുന്നത് ഇങ്ങനെ ഒരു കൃപാസനുണ്ട്, പക്ഷെ ഞാനിവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട്, എനിക്കത് അറിയൊന്നുമില്ല. നമ്മൾ ട്രിവാൻഡ്രം വരെ ടൂറ് വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് ഇവിടെ കയറി ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഇത് നല്ല രീതിയിൽ എന്നെ കൊണ്ടുപോകാൻ കഴിയണമെന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ നാട്ടിലാണ് പാർലർ ഇടുന്നത്, സ്റ്റുഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് നാട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല. ഞാൻ ഇതിൽ ഫെയിലായാൽ പിന്നെ എല്ലാവരും എന്നാ പറയുക ഹസ്ബൻഡിനെ പോലെ ഓളും ഓരോന്ന് തുടങ്ങി കൊളാക്കി വെച്ചെന്ന് പറയൂലേ. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി എനിക്ക് കിട്ടിയൊരു അത്ഭുതം എന്താണെന്നറിയാം. ഞാൻ എപ്പോഴും പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ പോയി 15 ദിവസം അവിടെ നിന്ന് മേക്കപ്പ് പഠിച്ചു, 1.5 ലക്ഷത്തിൻ്റെ സാധനം എടുത്തു. പക്ഷേങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചാൽ ഈ ഹിന്ദിക്കാരെൻ്റെ ഈ സ്റ്റുഡിയോയിലെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മേക്കപ്പ് പ്രോഡക്റ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇവർ
പിന്നെ യൂസ് ചെയ്യാത്തൊരു റൂമിൽ കൊണ്ടുവച്ചു. എൻ്റെ ഈ 4 സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ ചങ്ങായിമാരെ പോലെ, അവിടെ ഓണറി സ്റ്റാഫ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഇവരോട് ഈ സാധനം കാണുന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടമാവുന്നത്. ഇവർ ഏച്ചി നമ്മൾ എടുത്തിട്ടില്ല ഏച്ചി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഞാൻ പറഞ്ഞ പോട്ട് സാരമില്ല. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു മേക്കപ്പ് ഉണ്ട്. ഞാൻ ഈശോനോട് എപ്പോൾ പ്രാർത്ഥിച്ചിട്ടേ മേക്കപ്പ് ചെയ്യലു. ഞാൻ എൻ്റെ ഈശോയെ, എൻ്റെ കൈമിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അത്യാവശ്യം സീലിംഗ് വർക്കും എല്ലാം കഴിഞ്ഞ് നല്ല സെറ്റപ്പ് സംഭവമാണ്. പക്ഷെ ഞാൻ ഈ സാധനം ഇല്ലാണ്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യുക? പിന്നെ എൻ്റെ മുന്നിൽ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനമുണ്ട്, അത് വെച്ച് ഞാനങ്ങ് ചെയ്ത്. അന്ന് വൈകുന്നേരം ഉണ്ട് ആ നാട്ടിൽ നിന്ന് കുറേ കുട്ടികൾ വിളിച്ചിട്ട് ഏച്ചിൻ്റെ മേക്കപ്പ് നന്നായിട്ടുണ്ട്. ഇത്ര വരെ എങ്ങനെയാ വെച്ചാൽ എൻ്റെ അടുത്ത് നല്ലോണം ചിരിച്ച് മിണ്ടിപ്പോവും. പക്ഷെ ഇവരെ വെഡ്ഡിങ് ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ല. ഞാൻ അറിയുന്ന ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയോ ആരെങ്കിലും പറഞ്ഞിട്ടേ, അത് അവരെ മിസ്റ്റേക്കല്ല, ഞാൻ പെർഫെക്റ്റ് അല്ല, അതെനിക്കറിയാം. അതുകൊണ്ട് മാത്രം ഈ ഉദ്ഘാടനം ആർഭാടൊന്നും ആക്കണ്ട പറഞ്ഞേ. ഈ മേക്കപ്പ് ഭയങ്കര ക്ലിക്കായി. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതെനിക്ക് മാതാവ് മനസ്സിലാക്കി തരുന്ന, നിൻ്റെ കയ്യിലുള്ളതാണ് ഏറ്റവും ബെറ്റർ. നിൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നീ യൂസ് ചെയ്തതാ, നീ പിന്നെയും ബേക്കോട്ടാണെന്ന് മാതാവ് എനിക്ക് മനസ്സിലാക്കി തരുന്നു. അതൊരു അത്ഭുതം. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുപോലെ ഒരു വർക്കിന് പോയിട്ട് വരുമ്പോൾ എന്നെ ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ടാണ് ഒരു സീരിയൽ നടിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന്. എനിക്കൊരു വലിയ ഹൈ ടീമിൻ്റെ അടുത്ത് പോകുമ്പില്ലേ, എൻ്റെ ഫേസിലൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉള്ളിൽ എനിക്ക് ഒരു ടെൻഷനിലുണ്ട്, പക്ഷെ എൻ്റെ ഫേസിൽ അങ്ങനെ കാണൂലേ. അതേപോലെ ഞാൻ വലിയ ജാടിയിട്ട് നിൽക്കും, പക്ഷെ ഉള്ളിലെന്താ പറയുക, ഈശോയെ ഒന്ന് നെഗറ്റീവ് ഒന്നും പറയണ്ട, എന്നെ ഒന്ന് എടുത്ത് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുക. ദൈവം സഹായിച്ച് ആരും ഒന്നും കുറ്റമൊന്നും പറയില്ല. പക്ഷെ എന്നാലും ഇപ്പം എല്ലാവർക്കും ഭയങ്കര കൺസെപ്റ്റ് അല്ലേ, ഇങ്ങനെ വേണം. അപ്പോൾ അവരെ കൺസെപ്റ്റിനൊത്ത് നമ്മൾ ചെയ്യുമ്പോൾ അവിടെയല്ലേ നമ്മൾ പെർഫെക്റ്റ് ആവുക. അപ്പം അതെനിക്ക് അത്രത്തോളമൊന്നും പറ്റലില്ലേ. അങ്ങനെ ഈ സീരിയൽ നടി വരുന്നിട്ട് അപ്പം ഞാൻ അധികം സീരിയൽ കാണലില്ല. രാവിലെ 10 മണിക്ക് പാർലറിൽ കയറി രാത്രി 8:30 വരെ നിൽക്കും. ഇതെന്താ കാര്യം എന്നറിയാം, ഞാൻ ത്രെഡ് ചെയ്താൽ ആർക്കും വേദന ഇല്ല പോലും. അപ്പം ഞാൻ പൂട്ടാൻ പറ്റൂല, രാത്രി വരെയും തിരക്കാം. അപ്പം ഈ സീരിയൽ നടി വന്ന് ഞാൻ കണ്ടപ്പം ഞെട്ടിപ്പോയി. അമൃത നായർ എന്നിട്ട് ഞാൻ സാരിയെല്ലാം ഉടുപ്പിച്ച് എനിക്കറിയും പോലെ മേക്കപ്പും ചെയ്ത് ഇത് ഇൻസ്റ്റയിലിട്ട്. പിന്നെ അതാ കോൾ വരുന്ന, നീ മേക്കപ്പ് സ്റ്റുഡിയോയിലും തുടങ്ങി സീരിയൽ നടിയെല്ലാം വന്നല്ലേ. ഇത് വന്നതേ എനിക്കെന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരത്ഭുതം. പിന്നെ ഞാനൊരു മൈക്രോ ബ്ലേഡിങ് പഠിച്ചിന്. പക്ഷെ ഇത്ര വരെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു 3000 ഫോളോവേഴ്സേ ഉള്ളൂ. അധികം ആൾക്കാർ എൻക്വയറിക്ക് വിളിക്കും, വെറുതെ വിളിക്കും, ബുക്കിംഗ് ഒന്നും ചെയ്യൂല. ഒരാളെ 2 ചെയ്താലായി. പിന്നെ പിന്നെ പേജ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ എല്ലാവരും ചെയ്യുക. അത്രയൊന്നും ആൾക്കാർ എൻക്വയറിക്കൊന്നും വരില്ല. പക്ഷെ പാർലറിൽ നമുക്ക് കിട്ടുന്ന കസ്റ്റമറെ നീറ്റാക്കി വിടുന്നതുകൊണ്ട് എപ്പോഴും പാർലറിൽ തിരക്കാം. അപ്പോൾ ഈ മൈക്രോ ബ്ലേഡിങ് ചെയ്തിങ്ങനെ, പക്ഷേ ഇതാർക്കും അറിയുന്നില്ലേ. എൻ്റെ നാട് ചെറിയൊരു നാടാണ്, കണ്ണൂരാ പിന്നെയും നല്ല ടൗണ്. അപ്പം എൻ്റെ അടുത്തൊരു കുട്ടി വന്നു. അപ്പോൾ എൻ്റെ പുരികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചേച്ചി എന്താ ചേച്ചിൻ്റെ പുരികത്തിൽ ചെയ്തത്? ഞാൻ ഇങ്ങനെ മൈക്രോ ബ്ലേഡിങ് ചെയ്തിയാന്ന്. ആ ചേച്ചി ചെയ്തതൊന്നും മനസ്സിലാകുന്നില്ല, ഭയങ്കര നാച്ചുറലായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ സംഭവത്തിന് ഞാൻ എടുക്കുന്ന റേറ്റ് എനിക്കിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാനല്ല. ചേച്ചി ഞാൻ പകുതി പൈസ ചേച്ചി എനിക്ക് ചെയ്തു കൊടുത്ത്. അന്ന് ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിലിട്ട്. അപ്പോൾ അത്ര വരെ ഞാൻ ഈ മൈക്രോ ബ്ലേഡിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടലില്ല. ആ വീഡിയോ ഇപ്പം 70 ലക്ഷം ആൾ കണ്ട്. അതിനോടുകൂടി എൻ്റെ ഈ ബ്രൈഡൽ വർക്കും ആ വീഡിയോസ് എല്ലാം ഫോളോവേഴ്സ് കയറി. പിന്നെ മേക്കപ്പ് ആണെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെയും, ഇന്നലെയല്ല മിഞ്ഞാന്ന് ഞാൻ കോഴിക്കോട് മേക്കപ്പ് ഉണ്ടായിന്. ഇനി എനിക്ക് ട്രിവാൻഡ്രം ഉണ്ട്. വരുന്ന 2026 ഏപ്രിൽ വരെ കംപ്ലീറ്റും ബുക്കിംഗ് ആയി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു റൂമും കൂടി എടുത്ത് കുറച്ചും കൂടി വലുതാക്കി മേക്കപ്പ് മാത്രം ചെയ്യാനൊരു സംഭവമാക്കി. കാരണം നമുക്കിപ്പം ഫോട്ടോഷൂട്ടെല്ലാം അവിടെ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ ഒരു തിരക്കാണ്. അപ്പോൾ അതിന് ഒരു 1 വീക്കും കൂടി കഴിഞ്ഞാൽ ആ ഷോപ്പും കൂടി ഓപ്പൺ ആവും. പിന്നെ ഒരത്ഭുതം എന്താ വെച്ചാൽ ഈ ഇട്ട 10 ലക്ഷം ഞാൻ 2024 ഒക്ടോബർ 10 ഉടമ്പടി എടുക്കുന്നത്. ഈ 10 ലക്ഷം ഞാനൊരു 6 മാസം കൊണ്ട് തിരിച്ചു പിടിച്ചു. 10 ലക്ഷം അല്ല, അതിനേക്കാളും പിടിച്ചു.
ഈ ഇപ്പം ചെയ്യുന്ന പിന്നെ മേക്കപ്പിൻ്റെ റൂമിനായാലും എനിക്ക് വലിയ ബാധ്യതയോ കാര്യമോ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഒരു ദിവസം നമ്മൾ 1 മണിക്ക് തുടങ്ങിയാൽ രാവിലെ ഒരു 8-9 മണിക്കുള്ള ഞാൻ 4 വെഡ്ഡിങ്ങൊക്കെ ചെയ്യും. അതെങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ പണ്ട് എങ്ങനെയാ വെച്ചാൽ ഒരു മേക്കപ്പ് ചെയ്താൽ അവരെ ഒപ്പീനിയൻ, അവരെ അഭിപ്രായം കിട്ടുന്നവരെ ഞാനിങ്ങനെ നിൽക്കും. ഇപ്പം അങ്ങനത്തെ ഒരു സീനേ ഇല്ല. കാരണം ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കും, അപ്പം തന്നെ ഇൻസ്റ്റയിലിടും. അവരും അന്നേരം തന്നെ അതിൻ്റെ റിവ്യൂ പറയും. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നതേ അല്ല, മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ്. ഇപ്പം എനിക്ക് എൻ്റെ ലൈഫ് നിങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, എന്നെ ഇൻസൾട്ടാക്കിയവർ, എൻ്റെ നാട്ടിലുള്ളവർ, എന്നോട് മിണ്ടുന്നവർ ഒരു ബ്രൈഡൽ വരുമ്പോൾ അത് അവരെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ലേ, അവർ ഇപ്പം എന്നോട് വന്ന് ചേച്ചിക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയോ ചെയ്യുന്നത്. അതെല്ലാം ദൈവം തന്നൊരു വലിയ അനുഗ്രഹമാണ്. പിന്നെ ഞാൻ പണ്ട് എനിക്ക് ആർക്കും എന്തെങ്കിലും വിഷമമായാലും ഞാൻ എൻ്റെ കയ്യിലുള്ളതായാലും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ ഈ സ്റ്റുഡിയോ സെറ്റായി. ഇപ്പം എനിക്ക് വാടക എന്നല്ല, അങ്ങനെ അഹങ്കാരമല്ലേ പറയുന്നത്. ഒന്നിനും ലൈഫിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല എന്നല്ല, GSTൻ്റെ ആളെ ആക്കിയിട്ട് എൻ്റെ അക്കൗണ്ടെല്ലാം സെറ്റാക്കേണ്ട പരിപാടിയാണ്. അത്രയും പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഏത് ലെവലിലെത്തിയിട്ട് അങ്ങനെ പറയുന്നതെന്ന്. ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ എൻക്വയറി വരുന്നവരോട് ഡേറ്റ് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത്. കാരണം എനിക്ക് ഡേറ്റ് ഇല്ല, അതുകൊണ്ട് ഇപ്പം നമുക്ക് പറ്റുന്ന അത്രയും എടുക്കാൻ പറ്റുമല്ലോ, അതൊരു കാര്യം. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഫസ്റ്റ് ഈ ബ്രൈഡൽ സ്റ്റുഡിയോ സെറ്റായി. നമുക്ക് തന്നെ തോന്നൂലേ ഇനി ബേക്കോട്ട് പോവണ്ടെന്ന്. അപ്പം അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് 50 ആക്കില്ല ഭക്ഷണം ആക്കിയിട്ട് നമ്മൾ അനാഥാലയത്തിൽ പോയി. ആടെ എൻ്റെ എനിക്കൊരു മോളാണ്, മോളെയും കൂട്ടിയിട്ടാണ് പോയത്. അവളും അറിയണമല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മാനസികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഭക്ഷണം കൊടുത്തു. പിന്നെ കണ്ണൂർ ടൗണിൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി. അന്ന് എൻ്റെ ഹസ്ബൻഡ് കളിയാക്കിനെ ഈ ചോറ് ആരാ വാങ്ങാന്ന്. പക്ഷേങ്കിൽ ആടെ കണ്ണ് നിറഞ്ഞ അനുഭവം ഉണ്ടായത്. ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന അവർക്കെല്ലാം 100 രൂപ വെച്ച് കൊടുത്ത്. പിന്നെ ഞാൻ ചെയ്തത്, ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു ആക്സിഡൻറ്റ് വന്നു എൻ്റെ ഏച്ചിൻ്റെ ഹസ്ബൻഡിന്. അവർക്കും ഞാനൊരു വലിയ എമൗണ്ട് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഷോപ്പ് ഓപ്പൺ ആയപാട് ഞാൻ അന്ന് ഈ അന്നദാനം കൊടുക്കാൻ പറഞ്ഞതൊരു സ്ഥലവും കൊടുത്തത് വേറൊരു സ്ഥലത്തുമാണ്. അപ്പോൾ പയ്യന്നൂർ നമുക്കൊരു അനാഥാലയമുണ്ട്, അവിടെ 100 ആൾക്കാരുണ്ട്. ഇത് സെറ്റായപാട് അവർക്ക് ഞാൻ ഭക്ഷണമായിട്ട് പോവും. എൻ്റെ ലൈഫിൽ ഇനി അങ്ങോട്ടെന്ന് ഞാനൊരു ഹിന്ദു ആയാലും എൻ്റെ അടുത്ത് വർക്കിന് വരുന്ന മൈക്രോ ബ്ലേഡിങ്ങിനെല്ലാം വന്നാൽ 1 അവർ വേണം. അപ്പോൾ ഇവരോട് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് മെല്ലെ മാതാവിൻ്റെ കാര്യങ്ങൾ പറയും. പറഞ്ഞ് മെല്ലെ പത്രം അങ്ങ് കൊടുക്കും. അതുപോലെ എന്താ പറയുക, ഒരസുഖമില്ലേ, പുരുകും ഹെയറും എല്ലാം പോകുന്നേ. അങ്ങനെ ഒരു മോള് വന്നിന്. ആ മോളോട് ഞാൻ ഈ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലപ്പം ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ വില അങ്ങ് പോവില്ലേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ അവരോടെല്ലാം അങ്ങോട്ട് പറയലുണ്ട് ഞാൻ ഇങ്ങനെ മാതാവിലൂടെ അവിടെ എത്തിയെന്ന്. എൻ്റെ DP മാതാവാണ്. പക്ഷേങ്കിൽ ഞാൻ വിചാരിക്കാം എൻ്റെ നാട്ടുകാരെന്ത് ചിന്തിച്ചാലും സാരമില്ല, ലൈഫിൽ ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ അമ്മ മാതാവ് തന്നൊരു അനുഗ്രഹമല്ലേ. എല്ലാത്തിനും മാതാവിനോട് അതുപോലെ ഞാൻ എന്തേലും ദേഷ്യം പിടിച്ച് വീട്ടിലെന്തെങ്കിലും ചൂടായിട്ട് സംസാരിക്കോ അല്ല എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് പറ്റിപ്പോയിനെങ്കിൽ തന്നെ വൈകുന്നേരം ഞാനത് മാതാവിനോട് ഈശോനോട് മാപ്പ് പറയും. പിന്നെ ഞാൻ പഴയതിനേക്കാളും എനിക്ക് വേഗം ഒരാൾക്ക് സങ്കടമായാൽ വേഗം എനക്കും സങ്കടമാവും. അങ്ങനെ ഒരു ഏച്ചി ഇതുപോലെ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും മനസ്സിലായിട്ടില്ല, അവരിങ്ങനെ പോ പറയുന്നത്. നോക്കുമ്പോൾ ഭക്ഷണവും വാങ്ങിക്കൊടുത്ത് പൈസയും കൊടുത്ത് ഞാനിങ്ങനെ ചോറ് കൊടുക്കുന്നതല്ല എല്ലാവരോടും. എൻ്റെ ഹസ്ബൻഡ് പറയും നീ ഇതൊന്നും ആരോടും പറയണ്ട. പക്ഷെ അങ്ങനെയല്ല, ചിലപ്പോൾ ഒരു 1000 ഉറുപ്പ്യായിരിക്കും ആർക്കെങ്കിലും അങ്ങനെ ഇപ്പം നമ്മൾ വിചാരിക്കുമോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളടുത്ത് ഒരു 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ ചോറ് ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല. ആ 1000 ഉറുപ്പ്യ നമുക്കൊരു ചെരുപ്പ് വാങ്ങണം, ഒരു ഡ്രസ്സ് വാങ്ങണം, എത്ര പൈസ നമ്മൾ കളയുന്നു. അപ്പോൾ
ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു 100 രൂപ വെച്ചിട്ടായാലും പാവങ്ങളെ സഹായിക്കാം. പണക്കാരാവണം എന്നൊന്നുമില്ല. ബാക്കി ഇപ്പം എൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു. മാതാവിന് ഈശോനോട് കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് നിമ്മി വർഗീസ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് OET പരീക്ഷ 10 തവണ എഴുതി. ആദ്യത്തെ 3ാമത്തെ തവണ തന്നെ എനിക്ക് സബ്ജക്റ്റുകൾ കിട്ടിയെങ്കിലും സ്പീക്കിങ്ങിന് മാത്രം 340 എല്ലാ വട്ടവും കിട്ടാറ്. ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം എക്സാം എഴുതാൻ തുടങ്ങി. 7 തവണ വീണ്ടും എഴുതി. 10 തവണ എഴുതിയിട്ടും സ്പീക്കിങ്ങിന് 340 തന്നെ വന്നു നിന്നു. എൻ്റെ ആദ്യത്തെ സ്കോറ് വാലിഡ് അല്ലാതായി. ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധനയാലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യത്തെ ഉടമ്പടിയുടെ സമയത്ത് നിബന്ധനകളൊന്നും ശരിയായി പാലിച്ചിരുന്നില്ല. ഞാൻ എക്സാം എഴുതി. എക്സാമിൽ വീണ്ടും 340 തന്നെ വന്നു നിന്നു. എനിക്ക് വളരെ നിരാശയായി. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഉടമ്പടിയിൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. ഞാൻ വീണ്ടും ഉടമ്പടി നന്നായി ചെയ്യാൻ തുടങ്ങി. ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് മറക്കാനും അതൊന്നും എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്ന വലിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും തുടങ്ങി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പിന്നീട് ഉടമ്പടിയിൽ ജീവിച്ചിരുന്നത്. എനിക്ക് ഈശോയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ ജീവിച്ചിരുന്നത്. എങ്കിലും ഞാൻ 2 എക്സാമിന് ഒന്നിച്ച് ഡേറ്റ് എടുത്തിരുന്നു. ഞാനതിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. ആദ്യത്തെ എക്സാമിൽ സ്പീക്കിങ്ങിൽ എനിക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കിട്ടിയത്. അതിന് ഞാൻ നന്നായി സ്പീക്കിങ്ങിൽ സംസാരിച്ചു. വളരെ കോൺഫിഡൻറ്റോടെ സംസാരിക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പും ഞാൻ കൊണ്ടുപോയിരുന്നു. അതെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ എക്സാം കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ 2ാമത്തെ എക്സാം എനിക്ക് എഴുതേണ്ടതുണ്ട്. അങ്ങനെ 2ാമത്തെ എക്സാമിന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ എക്സാം എനിക്ക് കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. 2ാമത്തെ എക്സാം ഞാൻ എഴുതി. 2ാമത്തെ എക്സാമിൽ സ്പീക്കിങ്ങിന് എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആയിരുന്നു, അറിയാവുന്ന ടോപ്പിക്കായിരുന്നു പോലും എനിക്ക് നന്നായി പറയാനോ ഒരു വാക്ക് പോലും നന്നായി സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. അത് കിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ എക്സാമിനെല്ലാം കൊണ്ടുപോയിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പൂശിയിരുന്നു. കാശ് രൂപം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയിരുന്നത്. ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ വിതറിയിരുന്നു. 2ാമത്തെ എക്സാം എനിക്ക് കിട്ടില്ലെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അതിനാൽ ആദ്യത്തെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ നോക്കി. അതിൽ 340 തന്നെ കിട്ടി. ഞാൻ വളരെ നിരാശയായി. പിന്നെ ഞാൻ എക്സാമിനെ പറ്റി ചിന്തിച്ചില്ല. 2ാമത്തെ റിസൾട്ട് കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ കൂട്ടുകാരാണ് എപ്പോഴും റിസൾട്ട് വരുമ്പോൾ എന്നോട് വിളിച്ച് പറയാറ്. 2ാമത്തെ റിസൾട്ട് വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ അകത്ത് തന്നെ ഞങ്ങൾക്ക് ചാപ്പലുണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റിസൾട്ട് വന്നതറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ചാപ്പലിലേക്ക് പോയി. അവിടെ മുട്ടുകുത്തി നിന്ന് പ്രത്യക്ഷന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ റിസൾട്ട് തുറന്നു. 340 7 വട്ടവും കിട്ടി. എനിക്ക് 380 ഒന്നും പറയാത്ത ഒരു എക്സാമിന് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തളർന്നിരുന്നു പോയി. എനിക്ക് അമ്മയുടെ ഒരു സാക്ഷ്യം പറയണമെന്ന് മാത്രമേ ഞാൻ പിന്നീട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വളരെ സന്തോഷമായി. എനിക്ക് പിന്നീട് അങ്ങ് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂട്ടുകാർ മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖാന്തരം ഞാൻ അറിഞ്ഞു ന്യൂസിലാൻഡിലേക്കുള്ള നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ക്ലോസ് ആയേക്കാണ്. ജോലി അവിടെ ആർക്കും കിട്ടുന്നില്ല, എല്ലാവരും തിരിച്ചു വരുവാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വീണ്ടും നിരാശയിൽ എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ അമ്മയുടെ അത്ഭുതം എങ്ങനെയാണെന്ന് ധൈര്യത്തോടെ നിന്ന് പറയാനുള്ള ഒരു സാക്ഷ്യം എനിക്ക് കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു.
ഞാൻ ന്യൂസിലാൻഡിൽ പോയി. എനിക്ക് അവിടെ ഒരു എക്സാം എഴുതണമായിരുന്നു. ഞാനവിടെ എക്സാം എഴുതി ധൈര്യത്തോടെ. അതിനു മുമ്പ് എക്സാമിനെല്ലാം പേടിയോടെ കണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ എക്സാം എല്ലാം പാസ്സാവുകയും എല്ലാം ധൈര്യത്തോടെ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. ഞാൻ എക്സാം കഴിഞ്ഞു, നാട്ടിൽ തിരിച്ചു വന്നു, ജോലിക്ക് അപേക്ഷിക്കാൻ തുടങ്ങി. 500ഓളം ആപ്ലിക്കേഷൻസ് ഞാൻ അപേക്ഷിച്ചു. ഒന്നിനും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. എല്ലാം റിജക്ഷൻ മാത്രം കിട്ടി. അറിയില്ലാത്ത ആളുകളോട് പോലും വിളിച്ച് സഹായങ്ങൾ ചോദിച്ചു. ഞാൻ സഹായം ചോദിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അമ്മ തന്ന റിസൾട്ടാണ്, അമ്മ തന്നെ എനിക്കിതിനൊരു മാർഗം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആരോടും അപേക്ഷിക്കില്ല, ഞാൻ ആരോടും സഹായം അഭ്യർത്ഥിക്കില്ല എന്നുള്ളത്. അതും കൂടെ എന്നെ എളിമപ്പെടുത്താൻ അമ്മ ഇതിലൂടെ സാധിച്ചു. ഞാൻ സഹായം ചോദിച്ചു എങ്കിലും ആരും ചെയ്തവരുണ്ട്, പക്ഷേ പലരുടെയും മുഖങ്ങൾ എനിക്ക് അതിലൂടെ മനസ്സിലായി. അമ്മ മാത്രമാണ് എന്നെ സഹായിച്ചത്. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ജാനുവരി 29, 2025 ജാനുവരി 29 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയുടെ ഡേറ്റ് ഫെബ്രുവരി 6-ാം തീയതിയാണ്. ആ ദിവസം എനിക്ക് 3 ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് 5 ദിവസത്തിന് ശേഷം എനിക്ക് പുതിയ 3 ഇൻ്റർവ്യൂ കോൾസ് വന്നു. അതിലെല്ലാം സ്പോൺസർഷിപ്പ് ഞാൻ നോക്കിയിരുന്നു, പക്ഷേ 3ലും സ്പോൺസർഷിപ്പ് ഇല്ലാത്തതായിരുന്നു വന്നിരുന്നത്. അതിലാദ്യത്തെ തന്നെ അവർ തന്നെ റിജക്റ്റാക്കി. 2 എണ്ണം ഉണ്ടായിരുന്നു. അതിലും ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല. അതിൽ അവർ ആപ്ലിക്കേഷനിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഇല്ലാത്തതാണെന്ന്. ഞാൻ എന്നാലും അവരെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എലിജിബിൾ അല്ല, എനിക്ക് വിസ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾക്ക് വിസ ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനതിൽ പാസ്സായി. ഞാനൊരിക്കലും അമ്മയോട് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന്. എന്ന് വെച്ചാൽ അത് ഒരു അത്യാഗ്രഹമായി പോകുമെന്ന് എനിക്ക് തോന്നി. ഏതെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഏജ്ഡ് കെയറിലാണ് എല്ലാവർക്കും ജോലി കിട്ടിയിരുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലൈ ചെയ്തതെല്ലാം ഏജ്ഡ് കെയറിലായിരുന്നു. പക്ഷേ ഞാൻ എമർജൻസിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് ഗവൺമെൻറ്റിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി തന്നു. അടുത്ത മാസം എനിക്ക് പോവാൻ വിസ വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ പേഷ്യൻസ് അല്ലാതെ ബാക്കിയുള്ളവർക്കും സഹായം ചെയ്യുകയും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം കൊടുക്കുകയും പിന്നെ 4ാമത് വിധം പൈസയാലും ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുർബാന എന്നുള്ളത് ഞായറാഴ്ചകളിൽ മാത്രം പറ്റിയാൽ കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാന കൂടിയില്ലെങ്കിൽ ഒരു ഉറക്കം വരാത്ത ഒരവസ്ഥയിലേക്ക് എനിക്ക് മാറിയിരിക്കുന്നു. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇനിയും ചെല്ലുന്ന സ്ഥലത്ത് എന്നും കുർബാന കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമേ എന്ന്. മനസ്സിൽ ഒത്തിരി ആളുകളോട് ക്ഷമിക്കാൻ കഴിയില്ലാതെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കാനും ദേഷ്യം കുറയ്ക്കാനും എല്ലാം ഉടമ്പടിയിലൂടെ സാധിച്ചു. പത്രം ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി എല്ലാവരോടും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറ്. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.